ഞാനിപ്പോ ഒരു മരത്തും ഇരുന്നിങ്ങനെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. ഹായ് ആൾ, ഞാനിപ്പോ ഒരു മരത്തും ഇരുന്നിങ്ങനെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. നല്ല സുഖമുണ്ട്. ഹായ് ആൾ, വെൽക്കം ടു ബഹ്റിൻ ഡയറീസ്. ഞാനിപ്പോൾ ഉള്ളത് ബുദയിലുള്ള ഒരു അടിപൊളി ഫാമിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫാമിനെ കുറിച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഫുള്ളായി കാണണേ. ഈ പാലത്തിലേക്ക് ഇങ്ങനെ നടക്കാട്ടോ. ഈ തെങ്ങിന്റെ പാലൊക്കെ നാട്ടിലുണ്ടാവും. ഹായ് ഓൾ, വെൽക്കം. ഞാൻ വീണ്ടും ഒരു കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ബഹ്റൈനിലെ കൃഷി കണ്ടാലുണ്ടല്ലോ സുഹൃത്തുക്കളെ, നാട്ടിലെ പാടം പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതാ ഈ എടുക്കണതുണ്ടല്ലോ, ഇത് കുമ്പളങ്ങിയാണ് കേട്ടോ, കുമ്പളങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുമ്പളങ്ങി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ബാക്ക് ക്യാം വെച്ചിട്ട്. സുഹൃത്തുക്കളെ, ഇതേ കണ്ടോ, എന്തോരം തക്കാളികളാണെന്നറിയോ, തക്കാളി ചെടികളാണെന്നറിയാമോ ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതാ ഈ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മത്തങ്ങയല്ല കേട്ടോ. കണ്ടാൽ തോന്നും മത്തങ്ങയാണ്, പക്ഷെ ഇത് മത്തങ്ങയല്ല, ഇത് കുമ്പളങ്ങയാണ്. ഇതിൻ്റെ ഉള്ളിൽ കെടുക്കുന്നുണ്ട് കുമ്പളങ്ങ. അപ്പം നോക്കിക്കേ, ബഹ്റിൻ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നാട് പോലെ ഉണ്ടല്ലേ. അപ്പം ഞാനും ദീപ്തി ചേച്ചിയും പിന്നെ എൻ്റെ മോനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഫാം കാണാൻ വന്നിരിക്കുന്നത്. അപ്പം ദീപ്തി ചേച്ചി ഇതേ പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. എന്ത് വലിയ മത്തങ്ങ! അതെന്റെ സൂം ചെയ്താ കാണാൻ പറ്റുമോ? എങ്ങനെയാ അപ്പത്? എന്ത് വലുതാ! അതെ. ഈ സുഹൃത്തുക്കളെ, അവിടെ ഒരു മരം നിൽക്കണ കണ്ടോ, എന്ത് ഭംഗിയല്ലേ, നല്ല പച്ചപ്പ് കേട്ടോ. കോളോ? അതെല്ലേ. ഇതാണ് സുഹൃത്തുക്കളെ ബഹ്റൈനിലൊരു കുളം കണ്ടോ. കിണറാണോ അത്? ഇതിനാട്ടോ വെള്ളം പമ്പടിച്ചിട്ട് വെള്ളം ഇങ്ങനെ നമ്മുടെ എല്ലായിടത്തേക്കും പമ്പ് ചെയ്യുന്നല്ലേ. അതെ, ഇവിടെ ഒരു ജലസംഭരണി ഉണ്ട് കേട്ടോ, ചെറിയൊരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ നിറച്ച് മീനുകളും ഉണ്ട് കേട്ടോ. ഇത് നോക്കിയ സുഹൃത്തുക്കളെ, ഈ മരം ഇങ്ങനെ തൊടാട്ടോ. ഈ മരത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. നോക്കിക്കേ, എന്തൊരു പ്രത്യേക തരം മരം. രസമാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞു കേട്ടോ പോകുന്നത്. ശ്രദ്ധിക്കണേ അച്ചു. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കടന്നു വന്നത്. ശരിക്കും നാട് പോലെ ഉണ്ടല്ലേ. ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് ഈ കൃഷിയിടത്തിലേക്ക് വെള്ളം നനയ്ക്കുന്നത്. രസകരമായ കാഴ്ചയാണ് കേട്ടോ അത്. കണ്ടോ, ഇതാണ് ബഹ്റിനിലെ പാടം, വയൽ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻ്റ് ഇടണേ. ഇഷ്ടപ്പെട്ടാൽ ഇവിടെയൊക്കെ നിറച്ച് തക്കാളികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ കൃഷിനെ നന്നായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ രാമതുളസിയാണ് കേട്ടോ. രാമതുളസി കൃഷി ചെയ്യുന്നൊരു പാടാണ്. അപ്പം നമുക്ക് ഈ രാമതുളസി ഉണ്ടല്ലോ, ഇതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം, ഇതിന് മണം ഉണ്ടോ എന്നുള്ളത്. ഹായ്, നല്ല മണം, അടിപൊളി മണം. ഞാനിത് തലയിൽ ചൂടട്ടെ കേട്ടോ. ഒരു അമ്പലത്തിലെത്തിയ ഒരു ഫീലുണ്ട്. അപ്പോൾ കണ്ടോ, ഇതൊരു നാട്ടിടവഴി പോലെ ഉണ്ടല്ലേ. ശരിക്കും പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നാട്ടിലിങ്ങനെ ഒരു വരമ്പത്ത് കൂടെ നടക്കണ ഒരു ഫീലുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ തെങ്ങിന് പകരം ഈന്തപ്പനകളാണെന്ന് മാത്രം. ഇത് ഈന്തപ്പനകളാണ് കേട്ടോ. ഈന്തപ്പനയുടെ പട്ടയാണ് കേട്ടോ. ഈന്തപ്പനയുടെ കൊഴിഞ്ഞിലാണിത്. നമ്മൾ നാട്ടിൽ തെങ്ങിൻ്റെ കൊഴിഞ്ഞിൽ എന്നൊക്കെ പറയില്ലേ, കത്തിക്കാൻ എടുക്കുന്ന പോലത്തെ, അതുപോലെ ഇത് ഈന്തപ്പനയുടെ കൊഴിഞ്ഞിലാണ്. ഇവിടെ വയലുകളാണെങ്കിലും അപ്പുറത്ത് നമുക്ക് ഹൈവേ റോഡ് കാണാം കേട്ടോ. അവിടെ വലിയ വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ നിറയെ രാമതുളസി കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മതപരമായ ചടങ്ങുകൾക്കും അതുപോലെ തന്നെ സ്മെല്ലിംഗ് പർപ്പസിനൊക്കെയാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത്. ഈ ഫാമിൽ നിറയെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു വെള്ളം ടാങ്ക് ഉണ്ട് കേട്ടോ. കണ്ടോ, അവിടെ പമ്പടിക്കുന്നുണ്ട്, വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, പമ്പ് ചെയ്തിട്ടാണ് കേട്ടോ കൃഷിയിടങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ വാഴയൊക്കെ ഉണ്ട് ചേച്ചി. അപ്പം ഇത് ട്രാക്ടറാണ് കേട്ടോ. നോക്കിക്കേ, ഇവരെന്ത് മാത്രമാണല്ലേ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നത്.
ഇത് മത്തങ്ങ അല്ലേ ചേച്ചി? മത്തയുടെ പൂവൊക്കെ നിൽക്കുന്നുണ്ട്. മത്ത വെട്ടിയിട്ടേക്കാണല്ലേ? എന്താണോ ഇതാണ് കേട്ടോ ഇവിടുത്തെ മണ്ണ്. ഇവര് കൃഷിയിടങ്ങൾ ഒരുക്കുന്നത് ഇങ്ങനെയാണ്. നല്ല തണുപ്പാട്ടോ ഇവിടെ. നല്ല എന്താ പറയാ, നല്ല സുഖമുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പും നല്ല പ്രകൃതി സൗന്ദര്യവും കൃഷിയും ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ ഇത്. ജനുസാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ബുധയ്യയിൽ കേട്ടോ. ഇത് കണ്ടോ സുഹൃത്തുക്കളെ, ഇതൊരു പുളിമരമാണ് കേട്ടോ. കണ്ടോ? ഇവിടെ പുളി മാത്രമല്ല കേട്ടോ, മാവും പപ്പായ മരവും കവുങ്ങും പിന്നെ അതേ അവിടെ വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് കേട്ടോ. കോളിഫ്ലവർ ആണോ മറ്റേ ബ്രോക്കലി ആണോ എന്ന് എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ടുണ്ട്. ഇതേ അവിടെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു നീരൊഴുക്കുണ്ട് കേട്ടോ. അച്ഛ പാലം കടന്നേ, കടക്ക്. അപ്പോൾ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രോക്കലി പാടത്തേക്കാണ് കേട്ടോ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ബ്രോക്കലി മാത്രമല്ല അവിടെ ബീട്രൂട്ടും ഉണ്ട് കേട്ടോ.